കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് പന്നിയാർ എസ്റ്റേറ്റിലെ തൊഴിലാളിയായ പരിമളത്തെ കാട്ടാനക്കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. പരിമളത്തിന്റെ മരണത്തിനു പിന്നാലെ തോട്ടം തൊഴിലാളികൾ വലിയ പ്രതിഷേധ സമരവും സംഘടിപ്പിച്ചിരുന്നു. തൊഴിലാളികൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഭൂരിഭാഗവും സ്വകാര്യ എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഇതിനോടകം നടപ്പാക്കി കഴിഞ്ഞു. അതേസമയം പരിമളത്തിന്റെ കുടുംബത്തിനായി സർക്കാർ പ്രഖ്യാപിച്ച സഹായങ്ങൾ ഇതുവരെ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. ഗവൺമെന്റ് കൊടുക്കുന്നത് 50,000 മാത്രം കൊടുത്തിട്ടുണ്ട്, ബാക്കി പൈസ കൊടുത്തിട്ടില്ല. പിന്നെ മോണുക്കും ജോലി കിട്ടിയിട്ടില്ല. വളരെ തുച്ഛമായ ശമ്പളത്തിൽ മലേഷ്യയിൽ ജോലി ചെയ്തിരുന്ന പരിമളത്തിന്റെ മകന് അവസാനമായി അമ്മയെ ഒരു നോക്ക് കാണുവാൻ പോലും നാട്ടിൽ വരാൻ പറ്റിയില്ല. പിന്നെ ഞാൻ മലേഷ്യയിൽ ജോലി ചെയ്യുന്നു, ഞാൻ വണ്ടി ഓടിക്കാനും ജോലി. അവിടെ ജോലി ചെയ്യുന്ന ഇവിടെ അമ്മ മരിച്ചു പോയിന് ഇവിടെ വന്നിട്ടും പാടില്ല, വിശാലിനും കിട്ടിയില്ല ഏട്ടാ. അതെങ്കിലും ഏത് മേടിച്ചെന്നും പാടില്ല. ചെറിയ ശമ്പളമാണെങ്കിലും പരിമളത്തിന്റെ മകൾക്ക് ജോലി നൽകാമെന്ന് എസ്റ്റേറ്റ് അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകാമെന്ന് സർക്കാർ നൽകിയ ഉറപ്പ് ഇനിയും എവിടെയും എത്തിയിട്ടില്ല. വനം വകുപ്പും ജനപ്രതിനിധികളും നൽകിയ വാഗ്ദാനങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് പരിമളത്തിന്റെ കുടുംബം. വന്യജീവികൾ കവരുന്ന മനുഷ്യജീവനുകൾക്ക് പകരമാവില്ല പണം. എങ്കിലും ബാക്കിയാകുന്ന അവരുടെ കുടുംബാംഗങ്ങൾക്ക് തുടർന്നുള്ള ജീവിത പ്രതിസന്ധികൾ ലഘൂകരിക്കാൻ ആ പണം കൊണ്ടാകും. പക്ഷാഭേദമില്ലാതെ കാലതാമസമില്ലാതെ നഷ്ടപരിഹാര തുക കൊടുത്തു തീർക്കാൻ നമ്മുടെ സർക്കാർ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. പന്നിയാർ എസ്റ്റേറ്റിൽ നിന്നും ക്യാമറാമാൻ വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം നന്ദുഷ എസ്, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.